മോളെ ഏൽപ്പിച്ചത് നിന്നെയാണ്. എന്നേക്കാൾ എനിക്ക് വിശ്വാസം നിന്നെയാ സുന്ദരി. മോളുടെ അമ്മയാട്ടോ. എന്റെ മോൾ എന്ന് സുന്ദരിയോടൊപ്പം തന്നെ കാണും. മോളെ ഞാൻ ഏൽപ്പിച്ചത് സുന്ദരിയാണെങ്കിൽ. മലയാളത്തിൽ ശ്രദ്ധേയമായ നിരവധി സീരിയലുകളിലും സിനിമകളിലും കഥാപാത്രങ്ങൾക്ക് തന്റെ ശബ്ദം കൊണ്ട് ജീവൻ നൽകിയ കലാകാരി അർച്ചന ദീപേഷാണ് ഇന്ന് സ്ത്രീ ശക്തിയിൽ അതിഥി. കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡബ്ബിംഗ് എന്ന് പറയുന്ന താല്പര്യമാണ്. അന്ന് ഡബ്ബിംഗ് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ വോയിസ് മോഡുലേഷൻ അല്ലെങ്കിൽ ഡയലോഗ്സ് പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് നമുക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ പാത്തുമ്മയുടെ ആളെന്ന് പറഞ്ഞ് മലയാള സെക്കൻഡിൽ പഠിക്കാനുണ്ടായിരുന്നു, ബഷീറിൻ്റെ. അപ്പോൾ അമ്മ പഠിക്കാൻ പറയുന്ന സമയത്ത് എപ്പോൾ നോക്കിയാലും അമ്മ എപ്പോൾ പഠിക്കാൻ പറഞ്ഞാലും ഞാൻ ഈ പാത്തുമ്മയുടെ അടുത്തോട്ട് പോയിട്ട് ഉറക്ക വായിക്കും. അമ്മ കേൾക്കാൻ വേണ്ടി ഉറക്ക വായിക്കും. അപ്പോൾ അതിനകത്ത് കുറേ ഡയലോഗ്സ് ഉണ്ട്. ആ ഡയലോഗ്സ് എല്ലാം ഡയലോഗായിട്ട് തന്നെ പറഞ്ഞു നോക്കും. അതെന്തോ അപ്പോൾ തൊട്ട് അതൊരു വല്ലാത്ത ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് എന്നെ 10ാം ക്ലാസ്സിൽ രാഗിണി എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ടീച്ചർ ആകാശവാണിയിൽ FM-ൽ അനൗൺസറായിരുന്നു. അപ്പോൾ ഒരു ഈ 10ാം ക്ലാസ് എക്സാമൊക്കെ കഴിഞ്ഞ സമയത്ത് അതിലൊരു ഫോണിൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലേക്ക് എനിക്ക് കിട്ടി. അപ്പോൾ കിട്ടി സംസാരിച്ചപ്പോൾ അത് കഴിഞ്ഞ് എന്തോ ആവശ്യത്തിന് വേണ്ടി സ്കൂളിൽ പോയ സമയത്ത് ടീച്ചർ എന്നോട് പറഞ്ഞു, ഞാൻ അർച്ചനയുടെ വോയിസ് കേട്ടായിരുന്നു. കാരണം ടീച്ചർ അവിടെ അനൗൺസർ ആയതുകൊണ്ട് ടീച്ചർ എപ്പോഴും പ്രോഗ്രാംസ് കേൾക്കും. അപ്പോൾ കേട്ടപ്പോൾ ഇങ്ങനെ നമ്മൾ അതിനകത്ത് സ്കൂളും കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ കേട്ടപ്പോൾ അർച്ചനയുടെ വോയിസ് നല്ല രസമുണ്ടെന്ന് ആദ്യമായിട്ട് വോയിസ് കൊള്ളാമെന്ന് പറഞ്ഞത് ടീച്ചറാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട്. അങ്ങനെ അന്ന് തൊട്ടാണ് ഓക്കെ വോയിസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്നാൽ അന്ന് തൊട്ട് ഈ വോയിസിനോട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ആ അനന്തപുരി FM സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങി. അന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇതെങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെടുന്നത്, ഒന്നും അറിയത്തില്ല. ഇങ്ങനെ ഇവരുടെ വോയിസ് ഇപ്പോൾ ഇതുവഴി നമ്മുടെ റോഡിലൊക്കെ ഈ അനൗൺസ്മെൻറ്റുകളൊക്കെ പോകും. അപ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ എനിക്കിങ്ങനെ പറയാൻ ഇഷ്ടമാണല്ലോ, ഇതിലേക്ക് എങ്ങനെ എത്തും, അതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പിന്നെ ഞാൻ ഡിഗ്രിയൊക്കെ പഠിക്കാൻ പോയി. അങ്ങനെ അത് കുറച്ച് കാലം അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാൻ പോയി. ഡിഗ്രി പഠിക്കാൻ പോയ സമയത്ത് ഞാൻ 3rd ഇയർ പഠിക്കുന്ന സമയത്താണ് ഇതുപോലെ FM-ൽ അനന്തപുരി FM-ൽ അനൗൺസേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ സ്ഥിരമായി ഞാൻ അനന്തപുരി FM കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി എന്നാൽ പിന്നെ കൊടുത്തു നോക്കാം, ഇന്ന് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാമായിരുന്നു. അങ്ങനെ ഞാൻ കരുതി എന്നാൽ പിന്നെ അപ്ലൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ കിട്ടിയാലോ എന്ന് വിചാരിച്ച് ആ ടീച്ചർ പറഞ്ഞ ഒരു കോൺഫിഡൻസിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുത്തത്. അങ്ങനെ അനന്തപുരി FM-ലേക്ക് ഞാൻ ഓഡിഷന് കൊടുക്കുന്നു. ഓഡിഷനിൽ ഒരു 100-300 പേരുണ്ടായിരുന്നു. അതിൽ ഞങ്ങളൊരു 15 പേരെ സെലക്ട് ചെയ്തു. പിന്നെ അവിടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. അവിടെ ഒരു 2005-6 ആണ് ഞാൻ ചേരുന്നത്. അത് പാർട്ട് ടൈം ആയിട്ടായിരുന്നു, പാർട്ട് ടൈം ബേസിൽ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജേർണലിസം കഴിഞ്ഞ് ആ ഒരു ഇതിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്നും നടന്നില്ല. പിന്നെ വീട്ടുകാർക്കും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അതവിടെ വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടും വേറെ എന്തെങ്കിലും ജോലികൾ നോക്കാം എന്നൊരു ഇതായിരുന്നു. അങ്ങനെ ഞാൻ 1-2 സ്ഥലത്ത് പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ പാഷൻ എപ്പോഴും ഡബ്ബിങ് തന്നെയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ ജോലിക്ക് പോകും വരും, അങ്ങനെയേ ഉള്ളൂ, ഒരു തൃപ്തി വരുന്നില്ല. എല്ലാവരും പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് സന്തോഷമുള്ളൂ. അതുപോലെ ഒരു കാര്യത്തിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളായി, അത് അതിൻ്റെ രീതിക്ക് അങ്ങ് പോയി. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, അത് കുറച്ച് കാലം അതങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ 2 ചാനലിൽ വർക്ക് ചെയ്തു. അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. 2-3 പ്രോഗ്രാംസ് ചെയ്തു. പക്ഷേ അപ്പോഴും എൻ്റെ പാഷൻ അതല്ലല്ലോ. അപ്പം മീഡിയ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡബ്ബിങ്ങും അഭിനയവും ഒക്കെ ഇഷ്ടം തന്നെയായിരുന്നു. പക്ഷേ അഭിനയത്തിനൊട്ടൊന്നും വീട്ടുകാർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അതുവഴി ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാർസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം റെക്കോർഡഡ് സ്കിറ്റുകളുണ്ടായിരുന്നു. ആ സ്കിറ്റുകളിൽ ഡബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് അത് കുറേ അങ്ങനെ ചെയ്ത് വന്ന സമയത്താണ് അത് ചെയ്ത സ്റ്റുഡിയോകളിൽ ഇതുപോലെ വോയിസ് അങ്ങനെ കുറേ പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡബ്ബിങ്ങിലേക്ക് കടക്കുന്നത്. ഡബ്ബിംഗ് ഫിലിംസിൽ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ കൊച്ചടിയാണെന്ന് പറഞ്ഞ രജനീകാന്തും ദീപികയും ഉള്ള ഫിലിം, അതിൻ്റെ
അനിമേറ്റഡ് വേർഷനിൽ മലയാളത്തിൽ ദീപയ്ക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്തു. അതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ കുറച്ച് ഫിലിംസ് ചെയ്തു. നയൻതാരയ്ക്ക് വേണ്ടിയിട്ട് KRK എന്ന് പറഞ്ഞൊരു മൂവിയിൽ നയൻതാരയ്ക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. പിന്നെ ഒരു വട്ടം എന്ന് പറഞ്ഞൊരു മൂവിയിൽ ആൻഡ്രിയ ജെർമിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. അങ്ങനെ 1-2 ഡബ് ഫിലിംസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സീരിയലിലോട്ട് വരുന്നത്. സീരിയലിൽ വന്നപ്പോൾ ഞാൻ തുടക്കത്തിൽ സീരിയലിൽ ആദ്യം 1-2 കുഞ്ഞു ക്യാരക്ടേഴ്സാണ്. തുടക്കം തന്നെ വളരെ 1-2 ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തു. പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട്, എനിക്കറിയില്ല, ഭാഗ്യം കൊണ്ട് എനിക്ക് പിന്നെ കുറച്ച് ലീഡിങ് ക്യാരക്ടേഴ്സ് കിട്ടിത്തുടങ്ങി. ഞാനത് ആധുനിക് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം ചെറിയ 1-2 ക്യാരക്ടർ ചെയ്തു തുടങ്ങിയത്. അവിടെ തന്നെ സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു സൂര്യ TV-യുടെ ഒരു സീരിയലുണ്ടായിരുന്നു. അപ്പോൾ ആ സീരിയലിൽ 2 ഹീറോയിൻസാണ്. ഒന്ന് സുന്ദരി എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടറും പിന്നെ ഈ ഹീറോയുടെ വേറൊരു ഹീറോയിനുണ്ട്. ആ ഹീറോയിന് തന്നെ എനിക്ക് ആദ്യമേ കിട്ടി. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. പിന്നെ അവിടെ തൊട്ട് അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് കിട്ടിത്തുടങ്ങി. ഇതുവരെ അങ്ങനെ നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു പോകുന്നു. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വോയിസ് ആദ്യമായിട്ട് എയറിൽ പോകുന്നത് ആകാശവാണിയിൽ നിന്നാണ്. അവിടുത്തെ അനന്തപുരി FM-ലൂടെയാണ് എൻ്റെ വോയിസ് എയറിലേക്ക് പോകുന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ സംസാരിച്ച് കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വോയിസ് നമ്മൾ തന്നെ കേൾക്കുമ്പോൾ അന്ന് റെക്കോർഡ് ചെയ്തൊക്കെ വയ്ക്കുമായിരുന്നു. കാരണം ലൈവാണല്ലോ അനന്തപുരി FM-ൽ, ആകാശവാണിയിലെല്ലാം ലൈവാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മയോ ആരെങ്കിലും ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. തിരിച്ചു വരുമ്പോൾ നമ്മൾ കേൾക്കും. പിന്നെ അന്ന് ഈ ഫോണിൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമുക്കത് ചെയ്തൊന്നും എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഒരു ദിവസം അവിടെ പറക്കോട് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സാർ, പുള്ളി എന്നെ ജേർണലിസവും ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളി ഒരു ദിവസം ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഫോണിൻ പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഈ ലൈവ് അനൗൺസ്മെൻറ്റ് മാത്രമേ അറിയൂ. അന്നെല്ലാം എഴുതി വെച്ചിട്ടൊക്കെയാണ് പറയുന്നത്. കാരണം ഒന്ന് എയറിൽ ലൈവ് ആയത് കാരണം എന്തെങ്കിലും ഒരു തെറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതുകൊണ്ട് അന്ന് എഴുതി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പുള്ളി ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ്, ലൈവ് ഫോണിൻ പ്രോഗ്രാം ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് ടെക്നിക്കലായിട്ട് ഫോൺ എങ്ങനെ എടുക്കണം അത് മാത്രം പറഞ്ഞു തന്നു. പുള്ളി വന്ന് ഇരുന്നിട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എന്ത് ധൈര്യത്തിനാണ് ചെയ്തതെന്നറിയില്ല. ലൈവ് 1 മണിക്കൂർ അങ്ങ് ചെയ്തു. ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ലൈവായിട്ട് ഒരു ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് തുടങ്ങിയത് അവിടെ നിന്നാണ്. സാറിൻ്റെയൊക്കെ ഒരു ട്രെയിനിങ്ങിലാണ്. അതൊക്കെ ഈ കാര്യങ്ങളിൽ നമുക്ക് ഈ ഡബ്ബിങ്ങിലൊക്കെ കുറച്ച് നമുക്കൊരു സഹായം തന്നെയാണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോൾ. അതെന്ന് പറയുന്നത് എനിക്ക് ആ ഒരു സ്ഥാപനം ഇപ്പോഴും ഞാനവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ പാർട്ട് ടൈമായിട്ട് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അതൊരിക്കലും നമ്മളിപ്പോൾ ഒരു കാശിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല. ആ ഒരു സ്ഥാപനത്തിനോടുള്ള ഒരു അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ ഇടയ്ക്ക് നമ്മുടെ അനന്തപുരി FM എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ നിർത്തിയൊരു അവസ്ഥയിലേക്ക് പോയിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്കത്. ഇപ്പോൾ 2 ചാനലും ഒരുമിച്ച് മേർജ് ആയിക്കൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇപ്പോഴും ഞങ്ങൾ പോകുന്നുണ്ട്. ആ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥാപനമാണത്. അതിനോട് വല്ലാത്തൊരു അഫെക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് ഓവറായി അല്ലെങ്കിൽ കുറച്ച് ഒരിതായിട്ട് ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. മറ്റ് പ്രൈവറ്റ് FM സംബന്ധിച്ച് അതിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ അങ്ങനെ അത്രത്തോളം സ്വാതന്ത്ര്യം ഇല്ല. പക്ഷേ നമുക്ക് ഒരു ലൈവായിട്ടുള്ളൊരു സംഭവം എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഡബ്ബിങ്ങിലായിരുന്നാൽ പോലും പെട്ടെന്നൊരു സംഭവം തന്നാൽ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് ആകാശവാണിയിൽ നിന്നൊരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയൊരു സംഭവമാണ്. പക്ഷേ ആകാശവാണി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു മോഡുലേഷനൊന്നും നമുക്ക് അവിടെ വലിയ ആവശ്യം വരുന്നില്ല. പിന്നെ അവിടെ ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് കാലം മുമ്പ് വരെ ഈ 1 hour ഇടവിട്ടിട്ട് ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ആ ഒരു പാറ്റേൺ ആണ്. പിന്നെ കുറച്ചൊരു നമുക്ക് ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫോണിൻ പ്രോഗ്രാംസാണ്. അതിനും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു പരിധി വിട്ട് നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് FM-ൻ്റെ അത്രയും ഒരു ഫ്രീഡം നമുക്ക് അവിടെ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലേ പോകാൻ പറ്റത്തുള്ളൂ. അത് അവിടുത്തെ ഒരു പാറ്റേൺ ആണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ഡബ് ചെയ്യുന്ന സമയത്ത്, അപ്പം കോമഡി സ്റ്റാർസൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഡബ്ബല്ല, ശരിക്കും നമ്മൾ എന്താണ് അവർ തരുന്ന സ്ക്രിപ്റ്റ് നമ്മൾ ആക്ട് ചെയ്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന ഒരു സംഭവം ആണല്ലോ, അവരുടെ ഇമോഷൻസ് ആണ് നമ്മൾ കൺവേ ചെയ്യുന്നത്. അപ്പോൾ അവർ ആക്ട് ചെയ്യണ പോലെ തന്നെ നമ്മൾ ചെയ്താൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ആദ്യം തുടക്ക സമയത്തൊക്കെ എനിക്കൊക്കെ ആദ്യമൊക്കെ കുറച്ചൊരു മടിയുണ്ടായിരുന്നു. കാരണം അതുവരെ ചെയ്ത് വന്ന ഒരു പാറ്റേൺ അല്ല, മോഡുലേഷനൊക്കെ വേറെയാണ്. പിന്നെ നമ്മൾ ആക്ട് ചെയ്യാനുള്ളൊരു മടി, കാരണം നമ്മളിപ്പോൾ
നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ കൺസോളിൽ ഇരിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെയ്തു വന്നപ്പോൾ നമ്മൾ അറിയാണ്ട് അതിലോട്ടായി പോകും. പിന്നെ നമുക്ക് വേറൊന്നും പ്രശ്നമില്ല, വേറെ ഇഷ്യൂസൊന്നും ഇല്ല, അതങ്ങ് ചെയ്തങ്ങ് പോവും. പിന്നെ ആ ഇമോഷൻസ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഹരികേഷൻ തമ്പി എന്നൊക്കെ പറഞ്ഞാൽ ഹരിയങ്കിൾ എന്ന് ഞങ്ങൾ വിളിക്കും. പുള്ളി ഭയങ്കര സീനിയർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ ഈ കൊച്ചടിയാൻ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റുഡിയോയിൽ പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ ഇരുന്നത് പുള്ളിയാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ, അദ്ദേഹമാണ് ഈ ദേവനും ഒക്കെ ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി ഒരുപാട് സിനിമകളിൽ ആക്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ പുള്ളിയുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും പുള്ളി പറഞ്ഞു തരുന്നതും പുള്ളി കുറച്ച് ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ. പുള്ളിയൊക്കെയാണ് ആദ്യമായിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ഗൈഡൊക്കെ ചെയ്തു വന്നത്. അപ്പോൾ പുള്ളിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് ചിലപ്പോൾ ഇന്നത്തെ കുട്ടികൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും, കാരണം എന്ന് വിചാരിക്കും, പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ പുള്ളിയുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, പുള്ളി പറയുന്ന ടിപ്സൊക്കെ കേട്ടിട്ടാണ് നമ്മൾ കുറച്ചൊക്കെ ഇപ്പോഴത്തെ ഇത് നമ്മൾ ഒരുപാട് ഒരു വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ ചെറിയ ടിപ്സ് അവരുടെയൊക്കെ നമുക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നമ്മൾ ഗ്രാജുവലി ചെയ്ത് അത് അതിലേക്ക് വരും. നമ്മളും ആക്ട് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് വരും. ചെയ്ത് തുടങ്ങിയതിൽ ടഫായിട്ടുള്ള ക്യാരക്ടർ എന്ന് വെച്ചാൽ, അതായത് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു സൂര്യ ടി വിയിലെ ഒരു സീരിയലുണ്ട്, മാംഗല്യം തന്തു നാനേന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ശിവാനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അതായത് അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ടൈപ്പ് ഓഫ്, അതായത് എനിക്കിഷ്ടമുള്ള രീതിയിൽ എൻ്റെ രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ശിവാനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത റൂബി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരി എന്ന് വെച്ചാൽ അതിനകത്ത് ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ളൊരു, അതായത് ആ ക്യാരക്ടറിന് എല്ലാ വേർഷൻസും അതിനകത്ത് വരും. അതായത് കോമഡി ആയാലും വില്ലത്തരമായാലും ദേഷ്യമായാലും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കിലുക്കാൻ പറ്റി പോലെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം എന്നെ ടെസ്റ്റിന് വിളിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം ഇത് ചെയ്തിട്ടും ഓക്കെ ആവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റുഡിയോയിലിരുന്ന് കരഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരി അത്ര നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം എത്ര ചെയ്തിട്ടും എനിക്കൊരു ഒരു ലെവലിൽ ഞാൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഷെല്ല് പൊട്ടിച്ച് വരാനുള്ളൊരു ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ആ ദിവസം തന്നെ ഞാൻ പറഞ്ഞു പറ്റില്ല, സ്ക്രിപ്റ്റൊക്കെ വെച്ചിട്ട് ഞാൻ ചേട്ടാ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു വിട്ടിരുന്നു. അപ്പോൾ എൻ്റെ ഇതിൻ്റെ റെക്കോർഡിസ്റ്റ് രാജീവേട്ടനുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഇല്ല നിനക്ക് പറ്റും എന്നുള്ളതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്, നീ ചെയ്തോ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ പിന്നെ അവരെല്ലാവരും ആശ്വസിപ്പിച്ച് പിന്നെ ഞങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ചെയ്തു തുടങ്ങി അന്ന് എനിക്ക് തോന്നുന്നു ഒരു സീൻ ചെയ്യാൻ തന്നെ 2 മണിക്കൂർ എങ്ങോട്ടോ എടുത്തു. കാരണം ശരിയാവുന്നില്ല, ഒത്തിരി ടേക്ക് എടുത്തു, ശരിയാവുന്നില്ല, ആ ക്യാരക്ടറിലോട്ട് വരുന്നില്ല. പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ പരസ്പരം സീരിയലൊക്കെ ഉണ്ടായിരുന്നതാണ്, ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഇപ്പോൾ അത് ചെയ്യാനൊരു രസമാണ്, അതുമായിട്ടങ്ങ് ലിങ്ക്. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് കുറച്ചൊരു പ്രയാസമായിട്ട് എനിക്കൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയൊരു സാധനം. ബാക്കി പിന്നെ ഒരു വട്ടം എന്ന് പറഞ്ഞ മൂവിയിൽ ഈ ആൻഡ്രയ്ക്ക് ചെയ്തതും കുറച്ചൊരു ഇതായിരുന്നു. പുള്ളിക്കാരിയുടെ ഒരു മോഡുലേഷനും കാര്യങ്ങളൊക്കെ വേറെ ഇതായിരുന്നു. അപ്പോൾ അതും കുറച്ചൊരു ചെറിയൊരു പാടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഇഷ്ടപ്പെട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഉള്ളായിരുന്ന ആൾക്കാരാണ് ആനന്ദവല്ലി ചേച്ചി, അമ്പിളി ചേച്ചി എനിക്ക് പക്ഷേ ഭാഗ്യത്തിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വലിയ എന്താ പറയുക സംസാരിച്ച് വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പോൾ അവരുമായിട്ടൊന്നും എനിക്ക് അത്രത്തോളം വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും സാധിച്ചിട്ടില്ല. അവർ രണ്ടുപേരും മരണപ്പെട്ടു. അപ്പം പിന്നെ ഒരാളെന്ന് പറയുന്നത് എനിക്ക് ശ്രീജ ചേച്ചി, അതായത് കാവ്യമാധവനൊക്കെ ഡബ് ചെയ്യുന്ന ശ്രീജ രവി. പുള്ളിക്കാരുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഇത്രയും എന്താ പറയുക ഈ ഒരു ഏജിലും പുള്ളിക്കാരുടെ ആ വോയിസിൻ്റെ ആ ഫ്രഷ്നെസ്സും അത് ഇപ്പോഴും നായികമാർക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നൊരു വോയിസാണ്. ഇപ്പോൾ പുള്ളിക്കാരി അഭിനയത്തിലോട്ടൊക്കെ വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആരാധന തോന്നിയ ഒരാൾ തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരുടെ വോയിസിനോട്. അപ്പോൾ ഇതുപോലെ ഞാനൊരിക്കൽ ഞങ്ങളുടെ കൂടെ ഉള്ളൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനോട് തന്നെ ഇത് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് പുള്ളിക്കാരിയുടെ ഭയങ്കര ആരാധനയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്കൊരു നമ്പർ തന്നു. അപ്പം ആ നമ്പറിലേക്ക് ഞാൻ മെസ്സേജ് അയച്ച സമയത്ത് ആക്ച്വലി പുള്ളിക്കാരിയുടെ അല്ലായിരുന്നു, പുള്ളിക്കാരുടെ ഒരു അസോസിയേറ്റ് പുള്ളി ഉണ്ടായിരുന്നു, മുഫ്താഷ് എന്ന് പറഞ്ഞിട്ട്, പുള്ളിയുടെ നമ്പറായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഇത് എൻ്റെ നമ്പറാണ്, ശ്രീജ ചേച്ചിയോട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് പുള്ളി മെസ്സേജ് അയച്ചിട്ട് പോയി. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതോ ഒരു നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് ഇങ്ങോട്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ 2-3 ദിവസം ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചിട്ട് റിപ്ലൈ ഇല്ല.
അപ്പോൾ പിന്നെയും ഞാൻ പറയുന്നത് ആരാന്ന് പറയില്ല, ഞാൻ ബ്ലോക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു വലിയ ഇതിനങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നു, ഒരു ചേച്ചിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല, ആ ചേച്ചിയാണ് ഞാൻ, അതായത് ഈ ശ്രീജാരവി ചേച്ചിയാണ്. അതായത് അത്രയ്ക്ക് ഡൗൺ ടു എർത്താണ്. പുള്ളിക്കാരിക്ക് എന്നെ അറിയത്ത് പോലുമില്ല. പുള്ളിക്കാരിയെ എടുത്ത് ഈ മുഫ്താഷ് തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു, എന്നോട് സംസാരിച്ചു. എപ്പം നമ്മൾ മെസ്സേജ് അയച്ചാലും ആ ഒരു പുള്ളിക്കാരി ഏത് ലെവലിൽ നിൽക്കണമെന്ന് എല്ലാവർക്കും അറിയുന്നല്ലോ. അപ്പോൾ ആ ഏത് ലെവലിൽ നിന്നാലും ശരി പുള്ളിക്കാരി എപ്പോഴും റെസ്പോണ്ട് ചെയ്യും. ഒരു തരത്തിലുള്ള എന്താ പറയുക, ആ ഒരു താരജാടിയൊന്നും ഇല്ലാത്തവരാണ്. അപ്പം പുള്ളിക്കാരിയോട് എപ്പോഴും നല്ല ആരാധനയാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ ഈ ഹരിയങ്കളും വലിയൊരു ആർട്ടിസ്റ്റാണ്. ഹരിയങ്കൾ ഇപ്പോഴും ഞാൻ പോകുന്നൊരു സ്റ്റുഡിയോയിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ സ്ഥിരമായിട്ട് കാണും. പുള്ളിക്കാരനോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. പുള്ളിക്ക് ഇപ്പോൾ 83 വയസ്സായി. പുള്ളി ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിയോടും വല്ലാത്ത ആരാധനയാണ് എനിക്ക്. ഇപ്പം നമ്മൾ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ തന്നെ അറിയാം, ഓരോ ദിവസവും അവിടെ വോയിസ് ടെസ്റ്റിന് എന്ന് പറഞ്ഞ ഒത്തിരി പേര് വരാറുണ്ട്. മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ഇതില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഇത്രത്തോളം ഫ്രീഡം ഉള്ളത് കൊണ്ടായിരിക്കണം മേ ബി ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റ് ഓഫീസ് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർക്കോ ഒരുപാട് വർക്കിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇത് തന്നെ വേറെ അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫ്രീഡമായിട്ടും അവരുടെ പാഷൻ കുറച്ചുകൂടി എന്താ പറയുക ഡെവലപ്പ് ചെയ്തെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ടായിരിക്കാം, കുറച്ചുകൂടി ഫ്രീഡം ഉള്ളതുകൊണ്ടായിരിക്കാം ഒത്തിരി പേര് വരുന്നുണ്ട്. ദിവസവും വോയിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, അയ്യോ ഇതിങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോൾ നിങ്ങളുടെ ചാൻസ് കുറയില്ലേന്ന്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നില്ല. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ സീനിയേഴ്സ് ഒത്തിരി പേര്, എത്രയോ വർഷമായ ആൾക്കാർ സ്റ്റിൽ അവിടെ ഉണ്ട് ഇപ്പോഴും. അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ സീനിയറായിട്ടുള്ള ആൾക്കാർ ഇപ്പം ഞാൻ ചെയ്യുന്ന അതേ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് എത്രയോ വർഷത്തെ സിനിമ എക്സ്പീരിയൻസും സീരിയൽ എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവരിത്രയും പേര് വന്നിട്ടും അവർക്ക് മാറ്റമില്ല. കാരണം അവരത്രയും നന്നായി ചെയ്യുന്നത് കൊണ്ടാണ് അവരിപ്പോഴും ഉള്ളത്. എത്ര പുതിയ ആൾക്കാർ വന്നാലും അവർക്കൊരു മാറ്റമില്ല. അപ്പം അതുപോലെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ആൾക്കാർ വന്നാലും മേ ബി ചിലപ്പോൾ ഈ പേയ്മെൻറ്റിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നം. അതായത് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പേയ്മെൻറ്റ് പോലും വേണ്ടാതെ വെറുതെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ വോയിസ് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോട് ചിലപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഒരു ഇത് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. എത്ര പുതിയ ആൾക്കാർ വന്നു എന്ന് പറഞ്ഞാലും, കാരണം നമ്മുടെ സീനിയേഴ്സ് അങ്ങനെയാണ്. ഇത്രയും വർഷമായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ സീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ദിവ്യ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, സിനി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. കവിത, അപ്പോൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും ഈ ഫീൽഡിൽ ഇപ്പോഴും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സീരിയൽസും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് അതിന് ഒരു പ്രശ്നം വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ശബ്ദം സൂക്ഷിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈ ഫീൽഡിൽ ഇപ്പം പാട്ടുകാരെ പോലെ തന്നെ നമ്മളും ശബ്ദം സൂക്ഷിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശബ്ദത്തെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞ് നമുക്കറിയാം. പക്ഷേ ഞാനൊക്കെ തുടക്കത്തിലെന്ന് പറഞ്ഞാൽ ഒന്നും ഈ അത്രത്തോളം കോഷ്യസ് ആയിരുന്നില്ല ഞാൻ. കാരണം തണുത്ത സാധനങ്ങൾ കഴിക്കും. ചിലർ പറയും എരിവും പുളിയും ഒന്നും കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഫുഡാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പം ഞാനതൊന്നും നോക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ പിന്നെ നമ്മളിപ്പം സീരിയലൊക്കെ ചെയ്തു തുടങ്ങിയപ്പം ഡെയിലി നമുക്ക് ഡബ്ബിങ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മളൊരു തണുത്ത സാധനം കഴിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മൂക്കൊക്കെ അടഞ്ഞിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് പ്രാവശ്യം ഉണ്ടായപ്പോൾ ഞാൻ കുറേയൊക്കെ കുറച്ചു. തണുത്ത സാധനങ്ങൾ കഴിക്കുമ്പോൾ കുറച്ചൊരു കൺട്രോൾ വെച്ചു. അതിൽ കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്തിട്ടില്ല, എന്നാലും ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് തുടങ്ങി. പിന്നെ എന്താ പറയുക, ഡസ്റ്റിൻ്റെ പ്രശ്നം. നമ്മളിപ്പോൾ ചില സ്റ്റുഡിയോയിൽ പോകുന്ന സമയത്ത് ചില സ്റ്റുഡിയോകൾ എന്ന് പറയുന്നത് ഹൈജീൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലോട്ടാണ്. അപ്പം അവിടെ മിക്കവാറും പൊടി കാണും, നല്ല പൊടി കാണും. അപ്പോൾ ഈ പൊടി നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പൊടി ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ തുമ്മുന്ന സമയത്ത് നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു ഇത് മാറും,
ടോണ് മാറും, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ തന്നെ പറയാറുണ്ട്, ചില സ്റ്റുഡിയോകളിൽ നമ്മൾ തന്നെ പറയും ഇതൊന്ന് വൃത്തിയാക്കിയിടണേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന്. കാരണം അത് പിന്നെ ഒരു 2-3 ദിവസം കാണും. അപ്പോൾ എനിക്ക് കുറേ പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ വോയിസ് മാറിയിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു നല്ല വർക്ക് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വോയിസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. ആ സമയത്തൊക്കെ 2-3 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ഈ വോയിസ് മാറിയിരിക്കുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ നമുക്കത് കിട്ടണമെന്നില്ല. കാരണം നേസൽ ടോൺ കാണും, അല്ലെങ്കിൽ ത്രോട്ട് എന്തെങ്കിലും പ്രശ്നം കാണും, സ്ക്രാച്ച് വീഴും, അങ്ങനെയൊക്കെ വർക്കുകൾ നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമൊക്കെ കുറേയൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കിതിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. നമുക്ക് കുറച്ച് കാലം ഇങ്ങനെ പോവാം എന്നല്ലാതെ അതൊരു ശരിക്കും നമ്മുടെ ലൈഫ് ലോങ് ഒക്കെ നമുക്ക് വോയിസ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളത് സൂക്ഷിക്കണം തന്നെയാണ് ഞാൻ ഉൾപ്പെടെ ഉള്ളവരോടുള്ള എനിക്ക് പറയാനുള്ള കാര്യം. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ എന്ന് വെച്ചാൽ ഹസ്ബൻഡും 2 കുട്ടികളുമാണ്. ഹസ്ബൻഡ് പോപ്പുലർ ഹ്യുണ്ടായി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അവിടെ കോട്ടയത്താണ്, സോണൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. കുട്ടികൾ 2 പേര്, മൂത്തയാൾ 10th പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 6th പഠിക്കുന്നു. അപ്പം ഞാൻ ഈ ഡബ്ബിങ്ങിലേക്ക് വന്ന സമയത്ത് ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാണ്. പുള്ളി ഫുൾ ഫ്രീഡമാണ് എനിക്ക് തന്നിട്ടുള്ളത്. നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിനക്ക് ചെയ്യാം. ഈ അഭിനയം എന്നൊരു സംഭവം മാത്രമേ പുള്ളി ഇതുവരെ അത് വേണോ എന്ന് ചോദിച്ചുള്ളൂ. എന്ന് വെച്ചിട്ട് പൂർണ്ണമായി എന്നെ ഇത് ചെയ്തതല്ല, പിന്നെ ഞാൻ തന്നെ പുള്ളിക്ക് അത്ര താല്പര്യമില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ട എന്ന് വെച്ചതാണ്. പിന്നെ ഈ ഫാമിലി നമുക്ക് എല്ലാം കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഫാമിലി എല്ലാം കൊണ്ടുപോകണം. ശരിക്കും പറഞ്ഞാൽ ഡബ്ബിങ് നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് ഡബ് ചെയ്യാൻ പോകാൻ പറ്റും. ഇപ്പോൾ ബാക്കിയുള്ള ജോലികളാണെങ്കിൽ അവരൊരു ടൈം തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 9 to 5 അല്ലെങ്കിൽ 9 to 6 വർക്ക് ചെയ്യണം, പിന്നെ ശനിയാഴ്ച വർക്ക് ചെയ്യാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണോ സൗകര്യം അത് അനുസരിച്ച് നമുക്ക് പോയി ഡബ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ പുള്ളിക്ക് കുഴപ്പമില്ല, പുള്ളിക്ക് നിനക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയല്ലേ. പിന്നെ അത്യാവശ്യം നമുക്കിപ്പോൾ സീരിയലും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം വരുമാനമുള്ളൊരു സ്ഥലമാണ്. അപ്പം കുഴപ്പമില്ലാണ്ട് പോകാം. അപ്പം ഭയങ്കര സപ്പോർട്ടീവാണ്. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് എൻ്റെ മൂത്ത മോള് ശരിക്കും പറഞ്ഞാൽ മുന്നേ 1-2 സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവതാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അതിൽ അവതാർ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ ഡബ് ചെയ്ത എൻ്റെ മോളാണ് മലയാളത്തിൽ. പിന്നെ അവൾക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാതെ പിന്നെ അവൾ 10th ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവളങ്ങ് നിർത്തിയതാണ്. ഇളയാൾക്ക് ചെറിയൊരു താല്പര്യമുണ്ട്. ചിലപ്പോൾ മേ ബി ഇനി ഭാവിയിൽ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അവർക്കൊക്കെ ഇതിഷ്ടമാണ്. അവരുടെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. പിന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ പണ്ടോട്ടേ അറിയാം ഞാൻ ഈ ഒരു ഫീൽഡാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം നമ്മൾ പഠിക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ആവറേജ് ആയിരുന്നു. ഇപ്പോൾ എൻ്റെ അനിയത്തിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഗവൺമെൻറ് ജോബൊക്കെയാണ്. അപ്പോൾ അന്നൊക്കെ അവർ പറയുമായിരുന്നു അവരെ പോലെ പഠിച്ച് ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നിനക്ക് ഇതാണ് പറ്റിയത്, നിനക്ക് ഇതാണ് നല്ലതെന്നാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പം എന്താ പറയുക, ഇപ്പം ഓരോരുത്തർ നമ്മളെ കാണുന്നത് നമ്മൾ പല ആർട്ടിസ്റ്റുകളുടെ അടുത്ത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് മഴവിൽ മനോരമയിൽ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അതിൽ ഷാരി, പണ്ടത്തെ ഷാരി, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലൊക്കെ ഹീറോയിനായിരുന്ന ഷാരി ചേച്ചിക്ക് ഞാനാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരിയെ ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി നേരിട്ട് കാണാമെന്ന് പറഞ്ഞു ഞാനങ്ങനെ കാണാനൊക്കെ പോയിരുന്നു. അപ്പോൾ അത്തരം അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നറിയുമ്പോൾ വീട്ടുകാർക്കായിരുന്നാലും ഭയങ്കര സന്തോഷമാണ്. അത് ചെയ്തില്ലേ അല്ലെങ്കിൽ അവരെ കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവരും ഭയങ്കരമായിട്ട് അവർക്കും കുറച്ച് അഭിമാനമാണ്. ഇപ്പോൾ അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്, അതിൽ സന്തോഷമുണ്ട്.